ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വേറൊരു സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരൊറ്റ സ്റ്റോക്ക് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ബേസിക്കലി അതിൻ്റെ ചാർട്ട് എങ്ങനെയാണ്, സ്റ്റോക്കിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോക്കിലോട്ട് പോകാം. സ്റ്റോക്കിൻ്റെ നെയിം അൾട്ട ബ്യൂട്ടി എന്ന് പറഞ്ഞാണ്. അൾട്ട ബ്യൂട്ടി. സോ ഫസ്റ്റ് നമുക്ക് ചാർട്ടിലോട്ട് നോക്കാം. ഫോർ ദ ഇപ്പം കുറച്ച് കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നല്ല അപ് ട്രെൻഡിലൊരു സ്റ്റോക്കാണ്. അറൗണ്ട് 337 നമുക്ക് ഏകദേശം 520 വരെ ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ടിൽ നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 680 വരെ പോകാൻ ചാൻസസ് കാണുന്നുണ്ട്. ഉം, അതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഒരു 1 to 2 ടൈം, ഇത് തേർഡ് ടൈമാണ് ഈ ലെവലിൽ എത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അത് മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഓൾവേസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി ഏകദേശം 2009 6 ലെവലുള്ളതായിരുന്നു. ഇന്നൊരു 500 ലെവലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. ഏകദേശം 100 ടൈംസാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഡിവിഡൻറ്റുകൾ വേറെയും ഉണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഈ അൾട്ട ബ്യൂട്ടി ചെയ്യുന്നത്, അതിൻ്റെ അനാലിസിസ് നോക്കാം. ഞാൻ കൂടുതലും ചാർട്ട് മീൽ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസിന് കൂടുതലായിട്ട് നോക്കുക. ആദ്യം നോക്കുക അങ്ങനെ എന്താണ് കമ്പനി എന്താ ചെയ്യുന്നത് നോക്കും. എൻഗേജ് ഇൻ റീറ്റെയിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ദ കമ്പനീസ് ബോളിംഗ് ബ്രൂക്സ്, ഇലിനിയോസ്. അപ്പം ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഇറ്റ് ഈസ് എ കൺസ്യൂമർ ഡിസ്ക്രിഷണറി. 52 ഹൈ എത്രയുണ്ട് പിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാവുന്നതാണ്. പിന്നെ ഒരു ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കുക സ്റ്റോക്ക് ചാർട്ട് നമ്മൾ നോക്കി. ഇപ്പം ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ബേസിക്കലി ഇവർ കൊടുക്കുന്ന സ്കോർ 7 എന്ന് പറഞ്ഞാൽ അതൊരു അപ് ട്രെൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ അപ് ട്രെൻഡിലാണെന്നുള്ളത്. ഇപ്പോൾ ഒരു സെറ്റപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രേഡിങ്ങിന് പറ്റിയ സെറ്റപ്പ് ആണോ എന്നാണ് നോക്കുന്നത് അവർ. നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അവർ റേറ്റിംഗ് ഒരു മോർ ദാൻ 7 ആണ് പറയുന്നത്. അത് കുറച്ച് അവരുടെ ഒരു വാല്യൂസ് ഒക്കെ നോക്കിയിട്ട് റിട്ടേൺ ഓഫ് ഇക്വിറ്റി, റിട്ടേൺ ഓഫ് അസസ്മെൻറ്റ്, ഡിവിഡൻഡ് കൊടുക്കുന്നു, അത് വാല്യുവേഷൻ എത്ര ഹൈ വാല്യൂഡ് ആണോ ലോ വാല്യൂഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് അവരുടെ പ്രോഫിറ്റ് എങ്ങനെ വരുന്നുണ്ട്, ഏണിങ്സ് ആണ് അടുത്ത കാര്യങ്ങൾ. അനലിസ്റ്റ് റേറ്റിംഗ് അനലിസ്റ്റുകളൊക്കെ കൂടുതൽ പേരും ബൈ കൺസെൻസ് ആണ് പറയുന്നത്. പിന്നെ കൂടുതൽ ഞാൻ നോക്കുന്ന ഏണിങ്സും മാർജിൻസും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് മാർജിൻസ് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. മാർജിൻസ് കുറയാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കേണ്ടി വരും. ഏണിംഗ് പെർ ഷെയർസ് കൂടിയിട്ടുണ്ടായിരുന്നു, ഈ ടൈം കുറഞ്ഞതാണുള്ളത്. റവന്യൂ എനിവേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് എ ഗുഡ് സൈൻ. ആൻഡ് ഓപ്പറേറ്റിംഗ് മാർജിൻ കുറയുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് എന്താണ് ഈ കമ്പനി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇത് ബേസിക്കലി ബ്യൂട്ടി പ്രൊഡക്റ്റ്, നമുക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് പോയാൽ കാണും. അവർ ബേസിക്കലി ഈ പ്രൊഡക്ട്സുകളൊക്കെയാണ് ഇതാക്കുന്നത്. ഇപ്പം നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലായിട്ട് പ്രോഫിറ്റ് തരുന്നുണ്ടോ, മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ട്, അപ് ട്രെൻഡിങ് ആണോ, എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരുന്നുണ്ടല്ലോ, കാര്യങ്ങൾ നോക്കാം. അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടൈമിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. എല്ലാം ക്യാഷും ഒറ്റയടിക്ക് ഒരൊറ്റ കമ്പനിയിലോട്ടല്ല ഇടേണ്ടത്. നമ്മൾ ഡിവൈഡ് ചെയ്യുക, മന്ത്ലി കുറച്ച് എമൗണ്ട് ഈ സ്റ്റോക്കിലോട്ട് ഇടുക. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഓരോ ഗ്രോത്തും ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയാണ് നല്ലതാണെന്ന് നോക്കുക. റിസൾട്ട് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കൂടുതൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും കൂടുതൽ ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരു SIP പോലെ, അതായത്
ലാർജ് എമൗണ്ട് ഇട്ടിട്ട് പെട്ടെന്ന് ഈ സമയത്ത് ചിലപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു കുറേ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഓവറോൾ സം ഇഷ്യൂസ് വരുന്നത് കൊണ്ടോ മീൻസ് ഇപ്പം താരിഫ് വാറുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പം ചിലപ്പോൾ ഇത് താഴോട്ട് വരാം. ഇപ്പം ഈ ഒരു ലെവലിലോട്ടൊക്കെ വന്ന് ഓടായില്ല. ഫൈൻ, സോറി, 436 ലെവലിലോട്ട് വന്നുകൂടായിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. പിന്നെ ഇങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് ഇടുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പല സ്റ്റോക്കുകളെ കുറിച്ചും പഠിക്കാനും വേണ്ടിയിട്ടും ഏതൊക്കെ സ്റ്റോക്കുകളാണ് റീസെൻ്റ് IPOs, ഗ്രോത്ത് സ്റ്റോക്കുകൾ, ഏത് വാല്യൂ സ്റ്റോക്സുകൾ ഏതൊക്കെയാണുള്ളതും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ട്, കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ആം, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ കമൻ്റായിട്ട് ഇടാം. ഞാൻ ഭയങ്കര ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. മീൻസ് കുറച്ച് 5-7 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നന്നായിട്ട് കുഴപ്പമില്ലാതെ പ്രോഫിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ തോട്ട്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഞാൻ കാണാത്ത കമ്പനികൾ നിങ്ങൾ തരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും ഞാൻ പറയുന്നത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാം, അതൊക്കെ ചൂണ്ടിക്കാട്ടുക. ഓക്കെ, താങ്ക് യു.